ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മഴ, ഇവിടെ എപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പ്രൊട്ടസ്റ്റിന് പോയി അവിടെ ചെന്നപ്പോൾ അവിടെയും മഴ. ഇന്നലത്തെ മഴയാണെങ്കിൽ പറയുകയും വേണം, ഭയങ്കര മഴയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു കുട ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ എല്ലാവരുടെയും ഒന്നും കൈ കുടയില്ലായിരുന്നു. അവസാനം എൻ്റെ ചെറിയ കുടയ്ക്കകത്ത് കയറാൻ 3 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മഴയത്ത് നിങ്ങൾ വെള്ളയല്ലല്ലോ, ചുമപ്പ് ബസ് മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടില്ലേ, വേറെ കളറുള്ള ബസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മഴ പെയ്താലുള്ള ഇവിടുത്തെ ഒരവസ്ഥ. ഇവിടെ എപ്പോഴും മഴയുണ്ട് കേട്ടോ. അതായത് മഴക്കാലത്ത് മാത്രം മഴ അല്ല ഇവിടെ എല്ലാ കാലാവസ്ഥയിലും മഴയുണ്ട്. അതായത് സമ്മറിൽ മഴയുണ്ട്, വിൻ്ററിൽ മഴയുണ്ട്, ഓട്ടം സീസണിൽ മഴയുണ്ട്. ഇപ്പം ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എല്ലാ കാലാവസ്ഥയുടെ സമയത്തും മഴ ഇവിടെ ഉണ്ട്. അപ്പോൾ കുട എപ്പോഴും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, മഴ പെയ്താൽ ലണ്ടനിലെ അവസ്ഥ പ്രത്യേകിച്ച് വലിയ അവസ്ഥയൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് മഴയത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തൊന്ന് ആദ്യം ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ലൈവ് ഇട്ടിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം എന്നാൽ പിന്നെ അല്ലാതെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലോക്കായല്ലോ ഗ്രീൻ സിഗ്നൽ വന്ന സമയത്ത് കാറ് ഇടയ്ക്കകത്ത് വന്ന് കിടക്കുന്നതുകൊണ്ടില്ലേ. ചില ആൾക്കാരിങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈവിങ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, ഇത്ര ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഇവിടെ പിന്നെ അത്രയും സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ വേറൊരു കാര്യത്തിൽ എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലണ്ടനിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ആക്രമണങ്ങളും എന്താ പറയുക, കൊലപാതകവും മോഷണം പിന്നെ ഏത് മുക്കിനും മൂലയ്ക്കും നോക്കിയാലും മോഷണമാണ് ഇവിടെ. ഞാൻ ഇന്നലെയാണോ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു ചെറുക്കനെ. അതീ പറഞ്ഞല്ലോ, എൻ്റെ മോഷണം അങ്ങോട്ടായിരുന്നു. ഇവിടുത്തെ സിഗ്നലിന് എന്തോ പ്രശ്നം, തകരാറ്. അവർ വേറെ എന്തൊരു ടെമ്പററി സിഗ്നൽ വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞോണ്ടിരുന്നത്, ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനിങ്ങനെ റോഡിൽ കൂടെ പോവായിരുന്നു. അപ്പം ഞാനിങ്ങനെ സൈക്കിളോട്ട് ഇങ്ങനെ പോവാണ്. അപ്പം സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും കുറേ പോലീസുകാരിങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് സൈക്കിളോട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഒരാൾ അപ്പത്തിന് പിടിച്ചു. അവൻ ഓടുമായിരുന്നു, അവനെ പിടിച്ചു, പെട്ടെന്ന് തന്നെ പിടിച്ചു. അവനെ അധികം ശരിക്കും ഓടാൻ പറ്റുന്നില്ലായിരുന്നു, അങ്ങനെയാണ് അവനെ പിടിച്ചത്. ഇതിനിടയ്ക്ക് കൊണ്ടുവന്നൊരു കുന്തം വെച്ചിരിക്കുന്നു. സോറി, ഈ വഴിക്കൂടെ ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട, ഇന്ന് വേണ്ട. സോറി. അപ്പോൾ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം. അതാ ഞാൻ അങ്ങനെ ഇട്ടത് വീഡിയോ. എനിക്ക് പിന്നീടാണ് ഇതിൻ്റെ കഥ എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തതിന് ശേഷം അവിടെ നിന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരാൾ വന്നിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്തോ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ആരോണ്ടൊരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വീഡിയോ കോളിൽ കൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കണ്ടു. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതും പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആരോണ്ടൊരു സംസാരിക്കും അങ്ങനെ. അപ്പോൾ ഇയാൾ എന്നോട് പിന്നെ സംസാരിച്ചു. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്കിന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളവിടെ നിന്ന് ആ വീഡിയോ എടുത്തത് നന്നായി.
അപ്പം ഞാനവിടെ അടുത്ത് നിന്നാണല്ലോ എടുത്തത് പോലീസിൻ്റെ. അപ്പം ഈ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളവിടെ നിന്ന് വീഡിയോ എടുത്തത് നന്നായി. അപ്പം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞേ. അപ്പം അയാൾ പറഞ്ഞു ഒരു ചെറുക്കനായിരുന്നു. അപ്പോൾ ആ ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നറിയോ, കാരണം ഇവിടുത്തെ പോലീസുകാരില്ലേ ഇങ്ങനെ അതായത് പോലീസുകാർ ചിലപ്പോൾ ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കിന് ഇവരിങ്ങനെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവരോട് ഭയങ്കര റൂഡായിട്ടൊക്കെ പെരുമാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല UK-ൽ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങളവിടെ നിന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ആ ചെറുക്കനെ അവരൊന്നും ചെയ്തില്ല എന്നൊക്കെ ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പക്ഷെ ഇവിടുത്തെ പോലീസുകാരങ്ങനെ ആരോടും അപമര്യാദയായിട്ട് പെരുമാറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയിലെ പോലീസ് വെച്ച് നോക്കുമ്പോൾ അല്ലെ അമേരിക്കയിലെ പോലീസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ UK-ലെ പോലീസുകാർ നല്ല മര്യാദ ഉള്ളവരാണ്. അവർക്ക് അത്യാവശ്യം മാനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാനപ്പോൾ ഇയാളോട് ചോദിച്ചു. അപ്പോൾ ഇയാൾ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ശരിക്കും സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ല. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പോഴാണ് ഇയാൾ പറയുന്നത് എനിക്കും അറിയത്തില്ല സംഭവം എന്താണെന്ന്. ഞാനിങ്ങനെ റോഡിൽ കൂടെ പോവായിരുന്നു. അപ്പോഴാണ് കണ്ടത് 2-3 പേരിങ്ങനെ ഓടുന്നു കണ്ടു. അതിൽ 3 പേരുണ്ടായിരുന്നു. 2 ചെറുക്കന്മാർ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. ഇതിൽ ലാസ്റ്റിലുണ്ടായിരുന്ന ചെറുക്കനാണ് ഇവന് ശരിക്കും ഓടാൻ പറ്റിയില്ല. ഇവൻ ഇച്ചിരി സ്ലോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവനെ പിടിച്ചേന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2 പുതിയ പോലീസുകാർ. അപ്പോൾ കൂടുതൽ പോലീസുകാർ വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ 2 പോലീസുകാർ ഞങ്ങളുടെ അടുത്തൂടെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴത്തേക്കിന് ഈ ചെറുക്കൻ പോലീസുകാരോട് പിടിച്ചോന്ന് ചോദിച്ചു. ബാക്കി 2 പേരെ പിടിച്ചോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിന് ആ പോലീസുകാരൻ തിരിച്ചു വന്നു ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഒരാൾ മാത്രമല്ല 2 പേരും കൂടെ ഉണ്ടായിരുന്നോ, 3 പേരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കിന് ഈ ചെറുക്കനൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓർത്ത് ഇവനെന്താ മിണ്ടാൻ നിൽക്കുന്നത്, അല്ല ഇവനല്ലേ കണ്ടത്, ഞാനല്ലല്ലോ. ഇവനൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞു 3 പേരുണ്ടായിരുന്നു, 2 പേർ ഓടിപ്പോയെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ പോലീസ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അവരെങ്ങോട്ടാണ് പോയെന്ന്, ബാക്കി 2 പേർ എങ്ങോട്ട് ഓടിപ്പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഈ പുള്ളിയാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞെട്ടി. അവൻ രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു ചെറുക്കനെ എങ്ങനെയെങ്കിലും. കാരണം ഈ ഓരോ ഇതിനൊക്കെ സാക്ഷി പറയുന്ന പ്രശ്നമാവില്ല എന്നായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, ഞാൻ ഇതിൽ കൂടെ അപ്പുറത്തെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കണ്ടു 3 ചെറുക്കന്മാരിങ്ങനെ ഓടിപ്പോകുന്ന ഞാൻ കണ്ടു. അപ്പുറത്തെ റോഡിൽ കൂടെ അങ്ങോട്ടൊക്കെ ഓടിയേ, പിന്നെ ഞാൻ ഇങ്ങോട്ട് റോഡ് തിരിഞ്ഞ് കണ്ടില്ല എന്നൊക്കെ ഇവനിങ്ങനെ അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഉണ്ടാക്കി പറയുവാന്ന്. അപ്പോൾ പോലീസ് പറഞ്ഞാൽ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോലീസ് അങ്ങ് പോയി. അപ്പം ഈ ചെറുക്കൻ പോലീസ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ പറയുവാ പിന്നെ ഞാനിപ്പോൾ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ, ഞാൻ അവരോട് കള്ളാവോ പറഞ്ഞേന്ന്. അപ്പം ഞാൻ ചോദിച്ചേ നിങ്ങൾ കൊള്ളാലോ, നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞു നമുക്കറിയത്തില്ലല്ലോ അവന്മാരെന്തോ ചെയ്തതെന്നുള്ളത്, എന്ത് ക്രൈമാണ് ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ, പിടിക്കണ്ടേ അവന്മാരെ. നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വയ്യായിരുന്നോ മറ്റേ 2 പേര് എങ്ങോട്ട് ഓടിയോ. അപ്പോൾ ഈ ചെറുക്കൻ എൻ്റെ അടുത്ത് പറയുക പിന്നെ ചിലപ്പോൾ അവന്മാർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലോ ഈ പോലീസുകാർ ചുമ്മാതെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ പറയാം ചിലപ്പോൾ അവന്മാർ ആരും ഒരു ക്രൈമും ചെയ്തിട്ടില്ലാത്ത ചെറുക്കന്മാരാണെങ്കിലോ എന്ന്. എന്തോ പറയാനോ. അപ്പോൾ എനിക്ക് ചില ആൾക്കാരിങ്ങനെയാണല്ലോ. കാരണം ഇപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ചാൽ ഇപ്പോൾ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ ഇപ്പം തന്നെ ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് ഈ മഴയത്ത് ഇങ്ങനെ പോവാണല്ലോ. ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട് എനിക്ക്. എൻ്റെ ഫോൺ എപ്പോഴാണ് ഇനി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇപ്പം ഞാൻ നടക്കുന്ന സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റാണ്. യുകെയിലെ ലണ്ടനിലെ ഏറ്റവും തിരക്ക് കൂടിയ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടാണ് മെയിനായിട്ട്
ഈ ഫോൺ മോഷണം നടക്കുന്നത്. ഇതെവിടെ കണ്ടോ? റോഡിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ കണ്ടോ? ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. സോ ഇവരൊക്കെ എപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് കുറേ വർഷം കൊണ്ട് ഞാൻ കാണുമോ അവന്മാരൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുവാ, അത്ര തിരക്കുള്ള ഈ സ്ട്രീറ്റാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് മോഷണം, ഫോൺ അടിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, കാരണം ഈ തേരാപ്പാര ഇങ്ങനെ പോകുന്ന ആൾക്കാരെല്ലാം ടൂറിസ്റ്റുകളാണ് കൂടുതലും, മനസ്സിലായില്ലേ? ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ടൂറിസ്റ്റുകളെന്ന് പറയുമ്പോൾ ഇവർക്ക് കാശുണ്ടായിട്ടാണല്ലോ ഇവർ ഇവിടെയൊക്കെ വരുന്നത് വിസിറ്റ് ചെയ്യാൻ, മനസ്സിലായില്ലേ? എല്ലാം കാശുള്ള ആൾക്കാരാണ്. എല്ലാവരും കയ്യിൽ ഐഫോണാണ് ഉള്ളത്, മനസ്സിലായില്ലേ? ആരും കയ്യിലില്ല മറ്റേ സാംസങ്ങും മറ്റേതും. എല്ലാവരുടെ കയ്യിൽ ഐഫോൺ, വില കൂടിയ ഫോണുകളൊക്കെയാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഈ കടകളെല്ലാം കണ്ടില്ലേ, എല്ലാം ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ഇപ്പം കൂടുതലും ആൾക്കാർ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിനാണ് മെയിനായിട്ട്, മനസ്സിലായില്ലേ? ഇവർക്കവിടെ എല്ലാ തരത്തിലുള്ള കടകളുണ്ട്. തുണിക്കടയാണെങ്കിലും ഷൂസ് കടയാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും പിന്നെ അതല്ലാത്ത കോസ്മെറ്റിക് സംഭവം അങ്ങനെ അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കടകളുണ്ട് ഇവിടെ, അപ്പുറം ഇപ്പുറം. അപ്പം ഷോപ്പിങ്ങിനായിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ വരുന്നത്. പിന്നെ ഇവിടെ വെച്ചാൽ നടക്കാൻ രസമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഈ ഫോൺ അടിച്ചോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് ഇവിടെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ദിവസവും ഇവിടെ പുതിയ ആൾക്കാരാണ്. ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയി ഇരിക്കില്ലേ. അപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. നേരത്തെയൊക്കെ ഫോൺ മാത്രമേ ഉള്ളായിരുന്നു. ഒരു മാസം മുമ്പ് ഫോൺ മാത്രമൊക്കെ ആയിരുന്നു അടിച്ചുകൊണ്ട്. ഇപ്പം ബാഗൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാ ഇതിൽ കൂടെ ഒക്കെ നടന്നൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. കാരണം ഈ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരില്ലേ, ഈ എന്താ പറയുക, ഇവന്മാർ ഈ ഒരു സൈക്കിള് പോലത്തെ സാധനമുണ്ട്, അതിന് ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയും. അതൊരു സൈക്കിളിൻ്റെയും പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, അതൊരു സൈക്കിളിൻ്റെയും ബൈക്കിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു സംഭവം ഈ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്നത്. അത് സൈക്കിൾ പോലെ ഇരിക്കും, ഭയങ്കര ഫാസ്റ്റാണ്. അമ്മാർ ഇതിനകത്താണ് അതായത് വരുന്നത്, കണ്ടില്ലേ? ഭയങ്കര തിരക്കവിടെ. അപ്പം ഇന്ന് തിരക്ക് കുറവാണ്, മഴ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഇച്ചിരി തണുപ്പുണ്ട്. അപ്പം പഴയതുപോലെ സോറി അത്ര തിരക്കൊന്നും ഇല്ല ഇവിടെ. സാധാരണ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത്, സമ്മർ സമയത്ത് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും രസമാണ് അതിൽ കൂടെ വരാനും കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാനും ഷോപ്പിങ്ങിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പം ഞാനവിടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്ന് മാറി റീജൻറ്റ് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. ഇപ്പം ഫോൺ മോഷണം ഈ രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതാണ് ഏറ്റവും അപകടം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കും. എൻ്റെ ഫ്രണ്ടും ബാക്ക് പേപ്പറെല്ലാം ഞാൻ നോക്കി, ഒറ്റയ്ക്കാണെങ്കിൽ നോക്കിയേ ഞാൻ നടക്കത്തുള്ളൂ. അപ്പം അതിനൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിലേ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു കഥ പറയുകയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു. ഞാൻ ഇതേ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, റീജൻറ്റ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടു. ഒരു ചൈനക്കാരി പെണ്ണാണ്. ചൈനക്കാരി പെങ്കൊച്ച് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഏതാണ്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചതെങ്ങാണ്ട ആ പെണ്ണ്. അപ്പോഴാണ് ഞാൻ ആ പെണ്ണിനോട് ഇത് ഐഫോണിൻ്റെ കട, ഇതിനകത്ത് വേണമെങ്കിൽ കയറാം. ഞാനിതിനകത്ത് കയറിയിട്ടുള്ളതാണ്. വെളിയിൽ ഇത്തിരി സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഇത് വലിയ ഐഫോണിൻ്റെ കടയാണ്. വേറൊരു ഐഫോണിൻ്റെ കട ഇതിനടുത്തുണ്ട്. അവിടെയാണ് 2-3 മാസം മുമ്പ് കുറേ കള്ളന്മാർ അകത്ത് കയറി ഫോണൊക്കെ എടുത്തു. പക്ഷെ അവരുടെ എല്ലാം പിടിച്ചു. അതായത് ആരും ഇല്ലായിരുന്ന സമയത്ത്, കട അടച്ചിരിക്കുന്ന സമയത്ത് കടയിൽ എങ്ങനെയോ അവന്മാർ കയറി ഫോണൊക്കെ എടുത്തു. പക്ഷേ CCTV ഉള്ളത് കൊണ്ട് ഇപ്പം പിടിക്കാൻ എളുപ്പമാണല്ലോ ആൾക്കാരെ. അങ്ങനെ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു എന്താ ചൈനക്കാരി പെണ്ണ്. അപ്പോൾ ആ പെണ്ണിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഞാൻ എവിടെ വെച്ചാണ് ആ പെണ്ണിനെ കണ്ടതെന്നുള്ളത്. ഓക്കെ,
കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് ഞാൻ കാണിച്ചു തരാമേ. കറക്റ്റ് ആ കട. സിഗ്നൽ വരുന്നതിന് മുമ്പ് ഞാൻ ക്രോസ് ചെയ്യട്ടെ. അതായത് അപ്പം ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ എല്ലാ തരം ആൾക്കാരും ഇവിടെ വരുന്നുണ്ടല്ലോ. എല്ലാ രാജ്യത്തിലെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് സോറി, ഞാനിങ്ങനെ ഒരു കയ്യിൽ എൻ്റെ ക്യാമറ, ഒരു കയ്യിൽ കുട, ഒരു കയ്യിൽ എൻ്റെ ബാഗ്, ഇതെല്ലാം കൂടെ ഇച്ചിരി പ്രശ്നമാണ്. ഞാനിങ്ങനെ ആൾക്കാരെ ഇടിക്കുന്നുണ്ട്. ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ആദ്യം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണും സൂക്ഷിക്കണം. അപ്പം എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ? എല്ലാ തരം ആൾക്കാരും ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? യൂറോപ്യൻസും ഏഷ്യൻസും ആഫ്രിക്കൻസും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിനോട് സംസാരിച്ചപ്പോൾ ഈ പെണ്ണിങ്ങനെ റോഡിൻ്റെ വക്കിന്, ഇതാണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്താ സാധനം നിൽക്കുന്നതിൻ്റെ ആ വക്കിലുണ്ടല്ലോ, ഈ റോഡിൻ്റെ ഈ സൈഡിൽ, ആ സൈഡിലായിട്ട് പെണ്ണ് നിന്നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുവാണ്. ഓക്കെ, സെൽഫി എടുക്കുക. അപ്പോൾ പക്ഷേ ആള് ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേന് ആ പെണ്ണ് പറയാം, ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ആദ്യമായിട്ട് ഞാൻ ഇന്ന് വന്നതാണ്, ലണ്ടനിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ഇന്ന് ഉച്ചയ്ക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫോൺ അടിച്ചുകൊണ്ട് പോയെന്ന്. ഞാനപ്പോഴത്തേനെ ഫോൺ അടിച്ചുകൊണ്ട് പോയോ, എവിടെ? അപ്പോൾ ആ പെണ്ണിനെ കാണിച്ചു തന്നെ. ആ പെണ്ണ് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്തായിട്ട് തന്നെ ഞാൻ ആ കട കാണിച്ചു തരാം. കറക്റ്റ് നമ്മൾ അവിടോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ പെണ്ണ് വന്നിറങ്ങി, ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് ഹോട്ടൽ റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നടക്കാൻ പോകാനായിട്ട്. ആ സമയത്താണ് റോഡിൻ്റെ സൈഡിൽ നിന്ന് സെൽഫി എടുത്തോണ്ട് നിന്നപ്പം ഫോൺ അടിച്ചുകൊണ്ട് പോയി. അപ്പം ഇപ്പം ഞാൻ ഈ പെണ്ണിനെ ആദ്യം ഞാൻ കണ്ടപ്പം ഈ പെണ്ണ് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കുക, മനസ്സിലായില്ലേ? അതായത് 2 ഫോൺ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫോൺ പോയി കുറച്ച് സമയം ആയതേ ഉള്ളൂ. എന്നിട്ടും അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും ആ റോഡിൻ്റെ വക്കിൽ നിന്ന് ഈ പെണ്ണ് സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വീണ്ടും ഇത് തന്നെയാണോ? ഒരു ഫോൺ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, അതും പുതിയ ഫോണാണ്, പുതിയ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ഫോണാണ് പോയെന്ന് ആ പെണ്ണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം വീണ്ടും ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്, ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്നല്ലേ അവന്മാർക്ക് അടിച്ചുകൊണ്ട് പോകുന്ന എളുപ്പമല്ലേ, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഫോണെന്നൊക്കെ പറയുമ്പോൾ എന്ത് വിലയുള്ള ഫോണാണ്, അത് പോയിട്ട് പെണ്ണിന് ഒരു കൂസലില്ല. എന്നിട്ട് വീണ്ടും ഒരു ഫോണുണ്ട് കയ്യിൽ, അത് കൂടെ പോകാനായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുക. ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. താമസിക്കുന്ന എവിടെ ചോദിച്ചപ്പോൾ പെണ്ണിനെ അറിയത്തില്ല, അഡ്രസ്സ് അറിയത്തില്ല. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇവിടെ പഠിക്കാനോ വിസിറ്റിങ്ങിന് ഇങ്ങോട്ട് വന്നതാ. അപ്പോൾ ആദ്യമായിട്ട് ആരോ എൻ്റെ പുറകിനുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാന്ന്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ വന്നപ്പോൾ പെണ്ണിൻ്റെ ഫോൺ കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പോലീസിൽ റിപ്പോർട്ട് ചെയ്തോ? അപ്പോൾ പെണ്ണ് പറഞ്ഞു പോലീസിൽ റിപ്പോർട്ട് ചെയ്തു, പക്ഷേ ഒരു ന്യൂസും ഇല്ല, അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയുക, അവർ നോക്കാനൊന്നും പോകുന്നില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നാൽ, അതല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വന്നാൽ മാത്രമേ പോലീസ് ഇടപെടത്തുള്ളൂ. അല്ലാതെ ഇതുപോലുള്ള അല്ലറ ചില്ലറ ചെറിയ കാര്യങ്ങളിലൊന്നും ഇവരെ ഇടപെടത്തില്ല അങ്ങനെ. അതായത് ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന പറയുന്നത് ഭയങ്കര ഒരു ബിസിനസ്സാണ് ഇവിടെ. ഇത് പിന്നിൽ വലിയ ഗ്യാങ് കളിക്കുന്നുണ്ട്. നൈജീരിയക്കാർ, അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻസ്, റൊമേനിയക്കാർ, അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഗ്രൂപ്പായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഇത് വലിയ ബിസിനസ്സാണ് അവന്മാർക്ക്. അപ്പോൾ ഇവരെ പിടിക്കാനൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. തന്നെയല്ല പിടിക്കാനായ ഒത്തിരി ഇവിടെ സ്ഥിരം നടക്കുന്ന സംഭവമാണ് ഈ ഫോൺ പോകുന്നത്, മനസ്സിലായില്ലേ? പോലീസ് അപ്പോൾ അതിൻ്റെ പുറകെ പോകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു പെണ്ണിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ചോദിച്ചു, ആളെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചു ഡിസ്ക്രിപ്ഷൻ, അതായത് ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ഫോൺ അടിച്ചുകൊണ്ട് പോയ ആളുടെ കണ്ടാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ പെണ്ണ് പറഞ്ഞ് മുഖം കണ്ടില്ല, മുഖം മറച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ബൈക്കിലാണ് കണ്ടാണ് വന്നത്, ഇലക്ട്രിക് ബൈക്കല്ല, മോട്ടോർ ബൈക്കിലാണ് വന്നത്. പെട്ടെന്ന് സ്നാച്ച് ചെയ്തിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പത്തിന് ഏഷ്യക്കാരൻ ആരും ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ കടയുടെ അടുത്തെങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ടായിരുന്നു കേട്ടോ പെണ്ണിന്. ആ കട ആ കട ഇവിടുന്ന് മാറിപ്പോയി, ഒരു
കട ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വെളിയിലായിട്ടായിരുന്നു, ഈ ഒരു ഭാഗത്ത് എവിടെയോ ആയിരുന്നു. അങ്ങനെ ആ പെണ്ണിന് ഒരു ഫോൺ കളഞ്ഞുപോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ താമസിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് വന്നതല്ലേ, ഫസ്റ്റ് ഡേയാ, പെണ്ണിന് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ല താമസിക്കുന്ന അഡ്രസ്സ് അറിയത്തില്ലേ. അപ്പം പെണ്ണൊരു ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമുണ്ട് അതിനടുത്താണ്, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു. സാധാരണ ടൂറിസ്റ്റുകൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അതിനടുത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങോട്ട് പോകാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണിൻ്റെ കൂടെ ഞാൻ പോയപ്പോഴത്തേന് കഴിഞ്ഞ വർഷം ഡിസംബറിനൊക്കെ പറയുമ്പം വിൻ്ററിൻ്റെ സമയമാണ്. അപ്പോഴത്തേന് നേരത്തെ ഇരുട്ടുമല്ലോ, 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടും. അങ്ങനെ ഈ പെണ്ണിനെ ഒറ്റയ്ക്കല്ലേ ആദ്യമായിട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഓർത്തെന്നാ പെണ്ണിനെ കൊണ്ടുവിടാം. അങ്ങനെ ആ പെണ്ണ് താമസിക്കുന്നിടത്ത് ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ പോയി. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ സ്ഥിരം. അതിൻ്റെ മുമ്പിൽ ഞാൻ ഇതിനു മുമ്പ് പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്, ഫോൺ അടിച്ചുകൊണ്ട് പോകുന്നത്. മനസ്സിലായില്ല, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട ഒരു ദിവസം ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇതല്ലോ പറഞ്ഞായിരുന്നു വേറൊരു സംഭവം. അങ്ങനെ വേറെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങളും അതിക്രമങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് ഏറ്റവും മോശമായ രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ അതെല്ലാം നിർത്തണം, ഇമിഗ്രേഷൻ പാടില്ല എന്ന് ഉള്ള ആ ഒരു തീരുമാനത്തിൽ ഗവൺമെൻറ് വരണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റായിരുന്നു ഇന്നലെ നടന്നത്. ടോമി റോബിൻസൻ്റെ നേതൃത്വത്തിൽ നടത്തിയൊരു പ്രൊട്ടസ്റ്റായിരുന്നു. അപ്പോൾ ഞാനതിന് പങ്കെടുത്തു. അവർ പറഞ്ഞതൊരു 3 മില്യൺ അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും എനിക്കെൻ്റെ ഫ്രണ്ടിൽ പോകാനൊക്കെ പറ്റി, വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ കുറേ സമയം ഉണ്ടായിരുന്നു, വൈകിട്ട് 6:30 ആ സമയം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഫുൾ നിപ്പായിരുന്നു. പറഞ്ഞ പോലെ മഴയായിരുന്നു. പക്ഷേ അത്രയും മഴ പെയ്തിട്ടും ഒറ്റ മനുഷ്യർ എങ്ങും പോയില്ല കേട്ടോ. എല്ലാവരും അവിടെ തന്നെ മഴയത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണുമല്ലോ ഇന്നലത്തെ വീഡിയോസൊക്കെ. പിന്നെ ചാർലി കിർക്കിനെ കൊന്നതിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ മരണത്തിനെ ആദരിക്കുന്ന രീതിയിൽ ഒരു 1 മിനിറ്റ് സൈലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഫാമിലി വീഡിയോസും ഇതൊക്കെ സ്ക്രീനിൽ കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാം ചാർലി കിർക്കിൻ്റെ പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ശരിക്കും വിഷമമായിപ്പോൾ എനിക്ക് ചാർലി കിർക്കിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം വരുന്നു. പുള്ളി എപ്പോഴും സത്യം മാത്രമല്ല തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അയാൾ പറയുന്നതൊക്കെ സത്യമാണ്. പിന്നെ ഇച്ചിരി കടുത്ത രീതിയിൽ പുള്ളി പറയുന്നു. കാരണം കൂടുതൽ ഈ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ അയാൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. പക്ഷേ അവരാണല്ലോ ഏറ്റവും നിയന്ത്രിക്കാൻ പാട്, മനസ്സിലാക്കി കൊടുക്കാനും പാട്. അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ളൊരു വിശ്വാസങ്ങളും ഇതൊക്കെയല്ലേ. അങ്ങനെ അയാൾക്ക് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. അതിനെതിരായി എൻ്റെ കൂടെ പലരെ ഇടിക്കുന്നുണ്ട്. പക്ഷേ അയാളെ കൊല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അല്ലേ. അവരുടെ ഭാര്യയും മക്കളെ കാണുമ്പോൾ അയ്യോ നല്ലൊരു ഫാമിലി ആയിരുന്നു, നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചല്ലേ, 2 കൊച്ചു പിള്ളേർ. ഇത്രയൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ. അയാൾ പറയട്ടെ, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ. പക്ഷേ പുള്ളിയുടെ ഡിബേറ്റ് വീഡിയോസ് എല്ലാം ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് ഒരു വീഡിയോ ഫോട്ടോ എടുക്കുന്നു, കുറേ സമയം കൊണ്ട് പിടിച്ചോണ്ട് എനിക്കാണല്ലോ, പെട്ടെന്ന് എടുക്കരുത്, എത്ര ആൾക്കാർ അങ്ങോട്ട് കൂടെ പോകുന്ന വഴിക്ക്. ഓക്കെ അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിയുടെ ഡിബേറ്റ്സൊക്കെ ഞാൻ കണ്ടു. അപ്പം അത് കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പുള്ളി നല്ല ഇൻ്റലിജൻറ്റ് ഡിബേറ്റ്സ് ആണ് പുള്ളിയുടെ. അപ്പം പുള്ളിയോട് തർക്കിച്ച് ജയിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം അതിൽ ജയിക്കാൻ പറ്റത്തില്ല എന്നിവർക്ക് മനസ്സിലായി. ഒരു രീതിയിലും പുള്ളിയെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഒന്നുകിൽ ഇയാളെ കൊല്ലണം, അതിൽ കൂടെ മാത്രമേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ടുണ്ടല്ലോ പുള്ളിയെ കൊന്നത്. അത് എൻ്റെ അഭിപ്രായത്തിൽ ആളെ പിടിച്ചെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് ഇത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേർഡറാണ് ചാർലി കിർക്കിൻ്റെ. മനസ്സിലായില്ലേ. അത് ഒരാൾ മാത്രമല്ല, ഇതൊരു ഗ്യാങ് ആണ്. ഇതിനകത്തൊരു വലിയ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവന്മാർ ഓൾറെഡി നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്
അവസരം വന്നപ്പം ഇവർ ചെയ്തതാണ്. അതുപോലെ തന്നെ വെടിവെച്ച് ചെറുക്കൻ, അവന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഈ റൈഫിൾ അത് തോക്ക്, അങ്ങനത്തെ തോക്ക്, ഇത് സാധാ തോക്കല്ലല്ലോ, സാധാ തോക്കല്ലല്ലോ. അപ്പോൾ അല്ലാത്ത വലിയ തോക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ അതിന് പരിശീലനം കിട്ടിയ, ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ അവന് നല്ല പരിശീലനമൊക്കെ അവനെടുത്തു, പ്രിപ്പയർഡായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചാർലി കിർക്കിനെ കൊന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിനെ അങ്ങ് തട്ടാമെന്ന് വിചാരിച്ച് അങ്ങ് എനിക്കവനെ ഇഷ്ടമല്ലായിരുന്നു, എനിക്കവനോട് ശത്രുത ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചൊന്നും കൊന്നൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഭയങ്കര കഷ്ടമായിപ്പോയി. അതിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ലായിരുന്നു. പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം, അല്ലേ? എനിക്ക് തോന്നുന്നില്ല പുള്ളി ചിന്തിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും പുള്ളിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിങ്ങനെ ചോദിക്കുന്നു, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ പുള്ളിക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. അതായത് പുള്ളി പ്രതീക്ഷിക്കാതിരുന്നൊരു ചോദ്യം, ഒരുപക്ഷെ ചിന്തിക്കാതിരുന്നൊരു കാര്യമായിരുന്നായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ആ ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് എന്തൊക്കെയോ മണക്കുന്നുണ്ട്, എന്തൊക്കെയോ ആരൊക്കെയോ അറിയാവുന്ന പോലെ ഒരു തോന്നൽ. അതായത് പുള്ളി ഇനി അധികം നാളൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല, പുള്ളിയെ തട്ടിക്കളയും എന്ന് ആരൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആർക്കൊക്കെയോ അറിയാമായിരുന്നു എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. അത് 2 മാസം, പുള്ളി മരിക്കുന്നതിന് 2 മാസം മുമ്പ് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ നടന്ന് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്ന് റീജൻറ്റ് സ്ട്രീറ്റിലെത്തി. റീജൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് പിക്കഡിലി സർക്കസ്. ഓക്കെ, ഇതാണ് പിക്കഡിലി സർക്കസ്. ഇവിടെ സാധാരണ എപ്പോഴും വൈകുന്നേരമൊക്കെ വരുമ്പോഴില്ലേ, ഇവിടെ ഒരു ഇന്ത്യക്കാർ ഇവിടെ വന്ന് എപ്പോഴും പാട്ട് പാടും. 2 ചെറുക്കന്മാർ, പല ചെറുക്കന്മാരുണ്ട്, ഇവിടെ വന്ന് മ്യൂസിക് ഇടും, പാട്ട് പാടും. അപ്പോൾ ഇവിടെ ഫുള്ള് ഇതിൻ്റെ ചുറ്റിനും ഫുള്ള് ഇന്ത്യക്കാരായിരിക്കും. മഴ ആയതുകൊണ്ട് ആരുമില്ല, അവന്മാരിവിടെ സ്ഥിരം ഉള്ളതാണ്. ഇവിടെ പിക്കഡിലി സർക്കസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ വലിയ സ്ക്രീനൊക്കെ ഉണ്ട്. സ്ക്രീനിൽ കൂടി ഇങ്ങനെ ഓരോ ആഡൊക്കെ നമുക്ക്, പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. രാത്രിയിലാണ് രസം കേട്ടോ ഇവിടെ വരാൻ. അപ്പോൾ നമ്മൾ പിക്കഡിലി സർക്കസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മഴ ഇച്ചിരി നിന്നിട്ടുണ്ട്, എന്നാലും ഞാൻ കുട മടക്കുന്നില്ല, കാരണം ഇവിടുത്തെ മഴ അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിലെ പോലെ ശക്തമായ മഴ പെയ്യാറില്ല. പക്ഷെ ഇന്നലെയൊക്കെ ഇച്ചിരിയൊക്കെ വലിയ മഴ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ചാറി നിൽക്കും, ചാറ്റമഴ എപ്പോഴും, മനസ്സിലായോ? കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല, ഇങ്ങനെ ചാറി നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ പിക്കഡിലി സർക്കസിൽ ഇനി എന്താ, ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ വേറെ സ്ഥലങ്ങൾ കാണാം. ഇവിടെയൊക്കെ തിരക്കാണ്. ഇനി തിരക്കിനിടയിൽ നമ്മുടെ ഫോണൊക്കെ എങ്ങനെ അടിച്ചോണ്ട് പോയാലേ, അടിച്ചോണ്ട് പോകാൻ പെട്ടെന്ന് എളുപ്പമാണ് ഇവന്മാർക്ക്. പിന്നെ വേറൊരു സംഭവം, 2-3 മാസം മുമ്പ് ഇപ്പം ഞാൻ നടക്കുന്ന ഈ സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്, കാണിച്ചു തരാണ്ട്. ആ റോഡിൻ്റെ നടുക്ക് വെച്ച് ഇതുപോലെ. അത് പക്ഷെ രാത്രി ഒത്തിരി ലേറ്റായിട്ട് അങ്ങണ്ട, 11 മണിക്കോ 12 മണി 1 മണി ആ സമയത്തെങ്ങാണ്ടായിരുന്നു. അതൊരു ഇന്ത്യക്കാരൻ ചെറുക്കൻ, ഈ പറഞ്ഞ പോലെ ഈ ഊബർ ഡെലിവറി ബോയ് എങ്ങാണ്ടായിരുന്നു. അങ്ങനത്തെ അവർക്ക് ഈ ഇലക്ട്രിക് ബൈക്കാണല്ലോ അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് കുറേ കള്ളന്മാരുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ബൈക്കിന് വേണ്ടിയിട്ട് കുറേ കള്ളന്മാരിങ്ങനെ പുറകെ ഉണ്ട്. കാരണം ഇലക്ട്രിക് ബൈക്ക് വിറ്റാൽ നല്ല പൈസ കിട്ടും അവർക്ക്. അപ്പോൾ ഈ ഊബർ ഡെലിവറി ജോലി ചെയ്യുന്ന ചെറുക്കന്മാരുടെ കയ്യിലല്ല ഇങ്ങനത്തെ ബൈക്കാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇവന്മാർക്ക് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവന്മാർക്ക് മോഷ്ടിച്ച് ഇവന്മാർക്ക് കിട്ടിയാൽ ഇവന്മാർക്ക് വിറ്റാൽ നല്ല പൈസ കിട്ടും. അപ്പോൾ അത് മോഷണമല്ല, ഇങ്ങനെ പിടിച്ചു പറയാം, കത്തി കാണിച്ച് പേടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഈ റോഡിൻ്റെ നടുക്ക് ഇവിടെ അല്ല അപ്പുറത്തെ സൈഡാണ്ട് അവിടെ ആയിട്ട് ഒരു ചെറുക്കനിങ്ങനെ രാത്രി പോകുമായിരുന്നു വണ്ടിയിൽ, ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമായിരുന്നായിരിക്കും. അവനെ ഒരുത്തൻ വന്നിട്ട് കത്തി കൊണ്ട് കൊല്ലാനായിട്ട് അവൻ അവിടെ കന്ന് വിളിച്ച്, നിങ്ങൾ കണ്ടു കാണും, ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ വൈറലായിരുന്നു. വിളിച്ചു പോകുന്നു, ഭയങ്കരമായിട്ട് വിളിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ പാരാത്രി ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ആരോ വിളിച്ചു കേട്ട് ഓടി
അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്ന വീഡിയോ ഉണ്ട്. അപ്പോഴത്തേക്കിന് പിന്നെ ആൾ പോയി, രക്ഷപ്പെട്ടു. അതിനെ പോലീസ് പിടിച്ചു. പിന്നെ അപ്പം ശരി, ഒരു രീതി നോക്കിയാൽ ഇന്നലെ നടന്ന സംഭവം, അതായത് ഇന്നലെ നടന്ന പ്രൊട്ടസ്റ്റ് അത്യാവശ്യമായിരുന്നു. അതായത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇങ്ങനെ ഇമിഗ്രേഷൻ കൂടി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ സഹിക്കുമോ? അതുപോലെയുള്ളൂ ഇവിടുത്തെ ആൾക്കാർക്കും അല്ലേ. അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു വേണം. പക്ഷെ അവരായിട്ട് ഇവരുടെ രാജ്യം, ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി വെച്ച വലിയൊരു പ്രശ്നം തന്നെയല്ലേ ഇത്. ഇപ്പോൾ അവർ അനുഭവിക്കുകയാണ്. കാരണം ഇമിഗ്രേഷൻ ഡോർ അങ്ങ് തുറന്നിട്ടിരിക്കലായിരുന്നു. ഇഷ്ടംപോലെ കയറി വന്നില്ലേ, ഇഷ്ടംപോലെ വന്ന് കുറേ കച്ചടകൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നു. സത്യം പറയാം, അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ട്, കൂടുതലും കേരളത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് കച്ചടകൾ കയറി വന്നിട്ട്, കച്ചടം എന്ന് പറയാം. കാരണം അവരുടെ നമുക്ക് കണ്ടാൽ അവരുടെ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും. എല്ലാ ഇന്ത്യക്കാരെയും കൂടെ നാണകെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാർ കയറി വന്നു. മനസ്സിലല്ലേ? നമ്മളെല്ലാവരും പറയുമല്ല, പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ വേറെ രാജ്യത്ത് വന്ന് ജീവിക്കല്ലേ. അപ്പം തോന്നിയ പോലൊക്കെ അങ്ങ് നടക്കുക, കാണിക്കുക. ഒന്നാമത് തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് അധികം വിലയൊന്നും ഇല്ല. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് പെരുമാറുക എന്നൊക്കെ പറയുമ്പം ഇത് ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും ബാധിക്കത്തില്ലേ? നമ്മളൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് നമ്മളെ തന്നെ ബാധിക്കും. പിന്നെ എല്ലാവരും ഒരേ കണ്ണുകൊണ്ടല്ലേ നമ്മളെല്ലാവരും നോക്കുന്നത്. അതാണ് ഇന്ത്യക്കാർ, വേറെ ഒരു ഇന്ത്യക്കാർ കണ്ടില്ലേ, ഇവരെ കൊണ്ട് മടുത്തു, ഇവരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്തൊക്കെ ഇവർക്കൊരു കൾച്ചറില്ല, വൃത്തിയുടെ ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ അവരുടെ. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ നമ്മളെ പറ്റി ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷെ അത് ചുമ്മാതല്ലല്ലോ അവർ പറയുന്നത്. എന്തെല്ലാമാണ് ഇപ്പം കാര്യങ്ങൾ. ഈ ഇന്ത്യക്കാരൻ മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇന്ത്യക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ എല്ലായിടത്തും ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മുടെ പോപ്പുലേഷൻ അതുപോലത്തെയാണ്. അത് തന്നെയല്ല, നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുമല്ലോ, വിദേശത്ത് എങ്ങനെയെങ്കിലും എത്തണം. അതൊക്കെയാണ് നമ്മുടെ വഴി. ഇന്ത്യ, പാകിസ്ഥാന് അവിടെ നിന്നൊക്കെയുള്ളവരാണ് കൂടുതലിവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഉണ്ട്, ചില ഈസ്റ്റേൺ യൂറോപ്യൻസിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. ഇന്നലത്തെ പ്രൊട്ടസ്റ്റിന് ശേഷം ഇമിഗ്രേഷൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ പ്രൊട്ടസ്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം ഇമിഗ്രേഷൻ ഗവൺമെൻറ്റിനെ കൊണ്ട് എങ്ങനെയെങ്കിലും നിർത്തിക്കുക. അത് നടക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാം മതക്കാർ ഒരുപാട് കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവിടെ. പലരും കാണുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. മുസ്ലിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നേ. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ്, എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ഈ രാജ്യത്തൊക്കെ വരുന്നതല്ലേ. ചില സമയത്ത് നമ്മൾ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും പൈസയും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് വിസ കിട്ടാതെ വരും അല്ലേ, കിട്ടാത്തവരുണ്ട്. അപ്പം എന്തെല്ലാം സ്റ്റേജൊക്കെ കടന്നാണ് നമ്മൾ വിസ കിട്ടി ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? മര്യാദയ്ക്ക് ജീവിച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ പോയിക്കൂടെ? എന്തിനിവിടെ വന്നിട്ട് ഇവിടെ കടന്നുകൊണ്ട് ഈ ഡ്രാമയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? So yesterday's protest was absolutely necessary, and I'm really supporting it. This has to end. All this nonsense that's going on in the UK right now, from Islam and then illegal immigration and all these things, it needs to end. So about ഇതൊക്കെയാണ് ഞാൻ പറയാം. അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പിക്കഡിലി സർക്കസിൽ നിന്നും അവിടെ നിന്ന് കുറച്ച് നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കിന് ലെസ്റ്റർ സ്ക്വയർ എന്ന് പറയും. ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നിടത്തെല്ലാം പേരുകളുണ്ട്, വേറെ പ്രത്യേകം പേരുകളാണ്. പിന്നെ ഈ സ്ഥലത്തെന്ന് പറയുമ്പോൾ ഇവിടെ കുറേ തിയേറ്ററുകളുണ്ട്. ഈ ലെസ്റ്റർ സ്ക്വയർ വന്ന സിനിമ കാണാനൊക്കെ ആൾക്കാർ മെയിനായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ കുറേ തിയേറ്റർ ഉണ്ട്. ഈ കാണുന്ന ഇവിടെ ഒരു തിയേറ്റർ, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ വേറെ ഒരെണ്ണം, അങ്ങോട്ട് നടന്നതിനപ്പുറത്ത് വേറൊരു തിയേറ്റർ. ഇങ്ങനെ ഇവിടെ ഫുള്ള് തിയേറ്ററുകളാണ്, ഫിലിം തിയേറ്റർ. അപ്പോൾ ഇവിടെ എപ്പോഴും പ്രീമിയറൊക്കെ നടക്കും. ഇപ്പോൾ ഇവിടെ എല്ലാം ഇവർ ക്ലോസ് ചെയ്തിരിക്കുന്നു, ബാരിയർ ഇട്ട് ക്ലോസ് ചെയ്ത്. ചിലപ്പം ഇന്നലെ എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും, അവിടെ ഏതെങ്കിലും സിനിമയുടെ പ്രീമിയർ ഉണ്ടായിരുന്നായിരിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം പെറുക്കിക്കെട്ടുമായിരിക്കാം. അല്ലെങ്കിൽ ഇനിയും ചിലപ്പം അടുത്ത ആഴ്ച വല്ലതും നടക്കാൻ പോകുന്നുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കാം, പറയാൻ പറ്റില്ല, ഒന്നും അറിയത്തില്ല. സോ
അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നടക്കുമ്പോൾ ഞാനങ്ങനെ ഇവിടെ വന്ന് എനിക്കിപ്പം ഇവിടെ വന്ന് ഇങ്ങനെ കുറേ സിനിമ നടന്മാരെയും നടിമാരെയും ഒക്കെ കാണാൻ പറ്റി. ഇംഗ്ലീഷ് സിനിമയിലാണെങ്കിലും പിന്നെ ഇംഗ്ലീഷ് സിനിമയിലാണ് മെയിനായിട്ട്. ഇംഗ്ലീഷ് സിനിമയിലെ കുറേ ആൾക്കാരൊക്കെ കണ്ടു. അവിടെ നിങ്ങളെ പോയി കാണിക്കണം. അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല, മഴ ആയതുകൊണ്ട്. അവിടെ നേരത്തെയൊക്കെ അവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ഷോസിന് വേണ്ടിയിട്ടൊക്കെ പാട്ടുകാരൊക്കെ അവിടെ നിന്ന് പാടുമായിരുന്നു. പിന്നെ ഇപ്പോൾ അവരത് നിർത്തിച്ചു, എന്താണെന്ന് അറിയത്തില്ല. ആ ഭാഗത്തിന് ഇപ്പം അങ്ങനെ സ്ട്രീറ്റ് ഷോസ് ഒന്നും നടത്താൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞു. സൗണ്ടിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ അധികം സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എന്തോ അറിയത്തില്ല. ഇപ്പോൾ അവിടെ അതൊന്നും നടത്തിക്കത്തില്ല. പിന്നെ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഈ അപ്പുറം ഇപ്പുറം ഈ സൈഡുകളിലെല്ലാം നമ്മുടെ ഈ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സും കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ. എല്ലാം മെയിനായിട്ടും ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ളതാണ്. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെയൊക്കെ കഴിക്കണമെങ്കിൽ. എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഇപ്പോൾ ഒത്തിരിക്കുന്നത് ഇപ്പോഴും ലെസ്റ്റർ സ്ക്വയർ തന്നെയാണ്. ഇവിടെ ഞാൻ വേറെ സംഭവം കാണിക്കാം. ഇവിടെ 2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇത് സരവണ ഭവൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരത് ഇവിടുന്ന് മാറ്റി, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ സരവണ ഭവൻ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള എന്താണെന്നറിയാമോ, ആര്യ ഭവൻ. ഇത് കാറ് പുറകെ ശരവണ ഭവൻ്റെ ആൾ നടത്തുന്നതിനാണോ ആര്യഭവൻ എന്നെനിക്കറിയത്തില്ല. പക്ഷേ ഇത് എവിടെ ഇത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതിനപ്പുറത്ത് മഹാരാജ ഇന്ത്യൻ കുസിൻ. അപ്പം ഇവിടുത്തെ വില നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ കാണിക്കാം. ഒരു ഇഡലിയുടെ ഒരു വടയുടെയൊക്കെ വില നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെളിയിൽ എൻ്റെ മെനു വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം, കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ. ഇതാ മെതുവട വിത്ത് ചട്നി സാമ്പാർ. അതിന് 7 പൗണ്ട് സംതിങ് ആണ്. അതായത് ഒരു 7 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ 7000 രൂപയ്ക്ക് മേളിൽ വരും. അപ്പോൾ അതിനകത്തൊരു ചിലപ്പം 2 വട കാണും, 2 3 വട, അതിൽ കൂടുതൽ വരത്തില്ല. പിന്നെ ചമ്മന്തി സാമ്പാറും, ഇത്രയേ ഉള്ളൂ. ഇത്രയും സംഭവത്തിന് 7 പൗണ്ട് സംതിങ് ആണ്. അപ്പം നിങ്ങൾക്ക് 7000 രൂപയ്ക്ക് മേളിൽ വരും. അപ്പോൾ സോറി, ഞാൻ എന്താ പറഞ്ഞത്, 7 പൗണ്ടല്ലേ പറഞ്ഞത്, 7000 ഒന്നല്ല, 7 പൗണ്ട്. അപ്പം ഇതുകൊണ്ട് സൈക്കിളെല്ലാം മറിച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാൽ അത് ഉപയോഗിച്ചിട്ട് മര്യാദയ്ക്ക് വെച്ചിട്ട് പോവല്ല, ഇമാര് ഇത് മറിച്ചിട്ടിട്ടങ്ങ് പോകും കേട്ടോ. പക്ഷെ നേരത്തെ ഇത് സൈക്കിൾ സ്റ്റാൻഡ് അല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ സൈക്കിൾ സ്റ്റാൻഡ് ആക്കിയല്ലോ. ആകെപ്പാടെ വൃത്തികേടാക്കി ചളവാക്കി. നേരത്തെ ഇവിടെയൊക്കെ നല്ലതായിരുന്നു. ഇമാരിങ്ങനെ മുക്കിന് മൂലയ്ക്കെല്ലാം ഓരോ കഫേസും കടകളും കൊണ്ടുവയ്ക്കും. ഈ കഫേയൊന്നും നേരത്തെ ഇല്ലായിരുന്നു, ഇത് പുതിയതായിട്ട് ഇപ്പം കൊണ്ടുവച്ചതാണ്. അതിൻ്റെ ഇപ്പുറത്തിപ്പോൾ ഒരു സൈക്കിൾ സ്റ്റാൻഡും ആക്കി. ആകെപ്പാടെ ഒന്നാമത് സ്ഥലമില്ല, അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇമാർ കൊണ്ടുവന്ന് അതും ഇതെല്ലാം അങ്ങ് പണിയും. മഴ ഏകദേശം തോർന്നിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് അത്ര തോർന്നിട്ടില്ല. ഈ സമയത്ത് വീണ്ടും പെയ്യും. അപ്പോൾ ടാക്സി കണ്ടില്ലേ, ഈ ടാക്സിയിലൊന്നും നമ്മളൊന്നും ഇങ്ങനത്തെ ടാക്സി ഭയങ്കര റേറ്റാണ് ഈ ടാക്സിക്ക് കേട്ടോ. ഇതെല്ലാം ടൂറിസ്റ്റുകളൊക്കെയാണ് ഇതിനകത്തൊക്കെ പോകുന്നത്. അതായത് ടൂറിസ്റ്റ് എന്ന് പറയുമ്പം എല്ലാ ടൂറിസ്റ്റുകളൊന്നുമില്ല, ചിലരൊക്കെ ഭയങ്കര ഹൈ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ. ചില ആൾക്കാർ ഇവിടെ കുട എടുക്കാറില്ല കേട്ടോ. ചില ആൾക്കാർ മഴ ഇങ്ങനെ ചാറ്റമഴ, നമ്മുടെ നാട്ടിൽ ചാറ്റമഴ ആണെങ്കിലും നമ്മൾ കുട പിടിക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാവരും ഒന്നും കുട പിടിക്കത്തില്ല. ഇപ്പോൾ എത്ര പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും സമയം ഞാൻ കുടയും പിടിച്ചുകൊണ്ടാണ് നടന്നത്. അപ്പം നിങ്ങൾ എത്ര പേരെ കണ്ടു കുട പിടിച്ച് നടന്നത്? വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ അങ്ങനെ. കാരണം ഇവിടെ അങ്ങനെ ശക്തമായിട്ടുള്ള മഴ കേരളത്തിലെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലെ മൺസൂൺ പോലൊക്കെയുള്ള ശക്തമായിട്ടുള്ള മഴയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കുടയൊന്നും പിടിക്കാറില്ല. പിന്നെ ചിലർക്കൊക്കെ ഹുഡുണ്ടല്ലോ ഈ ജാക്കറ്റിൻ്റെ കൂടെ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ഈ പള്ളി ഒരു ദിവസം ഒരു പരിപാടി ഏതാണ്ട് നടക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് പോയപ്പോഴത്തേക്കിനെ ഒരു സംഭവം ഉണ്ടായി, പറയാതെ.
ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോന്ന് എനിക്കൊരു സംശയം. ഇപ്പം ഞാൻ ആ പള്ളിക്കകത്ത് കയറിയപ്പോൾ ഞാനവിടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് അവിടെ ക്യാൻഡിൽസ് കത്തിക്കുന്നിടവും വഞ്ചി ഓഫറിങ് ഒക്കെ ഇടുന്ന വഞ്ചിയുള്ള സ്ഥലം, കാണിക്കപ്പെട്ടി. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് കുറേ സമയം ആയപ്പോഴത്തേക്കിന് ഇങ്ങനെ ശബ്ദം കേൾക്കാം, പൈസ കിളുങ്ങുന്ന ശബ്ദം. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ആരെങ്കിലും പൈസ ഇടുമായിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ശബ്ദമാണ് ഏതാണ്ട് ഈ പള്ളിയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാളവിടെ നിൽക്കുന്നു. അയാൾ ഏതാണ്ടൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഓർത്തു അയാൾ പൈസ ഇടാൻ വന്നായിരിക്കാം. പിന്നെ കിലുക്കം കേൾക്കാം. അപ്പോഴെനിക്ക് സംശയമായി, ഇത് സാധാ പൈസ ഇടാൻ വന്നതല്ലല്ലോ, വേറെ എന്തോ സംഭവമുണ്ട്. അപ്പം ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പം ഇങ്ങനെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. ഇയാളത് ആ സാധനം ആ വഞ്ചിപ്പെട്ടിക്കകത്തിട്ട് എന്തോ ചെയ്യുക. അപ്പോഴെനിക്ക് പിടി കിട്ടി, ഇവൻ എന്തോ സംഗതി പൈസ അടിച്ച് മാറ്റാൻ നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ഇയാൾക്ക് മനസ്സിലായി ഇയാൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ അയാൾ അവിടെ നിന്ന് മാറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും ആ ശബ്ദം വന്നു. അപ്പം വീണ്ടും ഇവിടെ ശബ്ദം വന്നത് അപ്പുറത്തെ സൈഡിൽ 2 വഞ്ചിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് അപ്പുറത്തെ സൈഡിൽ പോയി. അപ്പോൾ വേറെ ആരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പള്ളിയിൽ ഇങ്ങനെ വേറെ ഏതാണ്ടൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയോ പാട്ടോ ഏതാണ്ടൊക്കെ. അപ്പോൾ വേറെ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാനത് കണ്ടു. അപ്പം ഞാൻ നോക്കുന്നത് അയാൾ അവിടെ നിന്ന് കണ്ടു. ഇയാൾ പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറി ഒളിച്ച് നിൽക്കുന്ന പോലെ. ഞാൻ ഓർത്ത് ഇത് ആരോടെങ്കിലും പറയണമല്ലോ. അങ്ങനെ ഞാൻ ഈ പള്ളിയിൽ എന്തോ സംഭവം നടക്കുകയാണ് കേട്ടോ, പോയി നോക്കാം. അവിടെ അച്ഛന്മാരൊക്കെ അവിടെ നിൽക്കുന്നു, എന്തോ സംഭവം നടക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരുന്നായിരിക്കും. നല്ല രസമല്ലേ അവരുടെ കുപ്പായം കാണാൻ, ചുമപ്പും വെള്ളയായിട്ട്. It looks beautiful, very nice. Wow. അത്രയും അകത്തോട്ട് കയറി വീഡിയോ എടുക്കാൻ വേണ്ട, പ്രശ്നമാക്കണ്ട. അതിപ്പം നമ്മൾ ഇന്ത്യക്കാരെയൊന്നും പറ്റി നല്ല ഇമ്പ്രഷനല്ലല്ലോ ആർക്കും. വെറുതെ അവിടെ പോയി ഇതാണ് എല്ലാവരും ഒക്കെ വന്ന് കാണിച്ചു വിട്ടുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ചീത്തപ്പേര്. എന്ത് ചെയ്യാനാ? ഓക്കെ. അപ്പം ഞാൻ പള്ളിയിൽ ഒരാളോട് പറഞ്ഞു, അതായത് ഒരാൾ ഇവിടെ നിന്ന് പൈസ അടിച്ച് മാറ്റുന്നെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അയാൾ ആരാന്ന് ചോദിച്ചു. അതൊരു ഇച്ചിരി പ്രായമുള്ളൊരു അപ്പച്ചനായിരുന്നു ഈ പള്ളിയിലെ ഒരു സായിപ്പ്. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അയാൾ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എൻ്റെ കൂടെ വന്നു. ഞങ്ങളവിടെ നോക്കിയപ്പോൾ അയാളെ കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ കഥകിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ കഥ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. അതൊരു പ്രായമുള്ള ഒരാളാണ് കേട്ടോ, ആ പൈസ മോഷണം നടത്തിയ ആളെ. പ്രായമുള്ള ഒരു വിളക്കാരൻ, അത് ഹോംലെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഞങ്ങളത് അങ്ങനെ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു ഇയാളെ, എന്നിട്ടങ്ങ് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എന്തെടുത്തു, അപ്പോൾ അവിടെ പള്ളിയിലച്ഛനും കപ്പ്യാരെ എങ്ങാണ്ട് കണ്ടു. അപ്പം ഞാൻ ഓർത്തെന്ന് അവരോട് പറയാം, അങ്ങനെ അവരോട് ചെന്ന് പറഞ്ഞു. അപ്പം പള്ളിയിലച്ഛനും പറയുമായിരുന്നു അവരുടെ കയ്യിലൊരു സാധനമുണ്ട്, അതൊരു കമ്പി പോലെ ഒരു സാധനം, അതിനറ്റത്തും അത് ഷൂയിങ്കോ അങ്ങനെ ഏതാണ്ട് വെച്ചിട്ട് അതിട്ട് കുത്തിയെടുക്കും. ഇതാണ് സാധാരണ ഞാൻ കണ്ടത്. ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരാൾ കൊന്ന് ഭയങ്കര നാറ്റമുണ്ട് പുള്ളിയത്തോട് പോകുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ ഇവരിങ്ങനെ മുഷിഞ്ഞ് നടക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവർക്കൊക്കെ അക്കോമഡേഷൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട്. പക്ഷേ ഇവരൊന്നും അവിടെ പോയി താമസിക്കത്തില്ല അന്നേ. ഇവർക്ക് ഈ റോഡിലൊക്കെ കിടക്കുന്ന ഇഷ്ടം. ഫുഡ് കറക്റ്റായിട്ട് ഇവർക്ക് കിട്ടും, മനസ്സിലായില്ലേ? അപ്പം ഈ പള്ളിയുടെ പുറ സൈഡിൽ അവിടെ ആയിട്ടാണ് ഇവർക്ക് ഈ ഹോംലെസ് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വേണേൽ വേറൊരു ദിവസം കാണിക്കാം. ഈ മഴയത്ത് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല, ആ ഭാഗത്തോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം പള്ളിയിലച്ഛൻ പറഞ്ഞു അവിടെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആളാണ്, അയാൾ എപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഇവിടെ പൈസ മോഷ്ടിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഹോംലെസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഈ ഹോംലെസ്സുകാരെല്ലാം ഒരു തലവേദനയാണല്ലോ ഇവിടെ ഗവൺമെൻറ്റിന്. അപ്പം നിങ്ങൾ കണ്ണടയ്ക്കും പോലീസുകാരും. അപ്പം അങ്ങനെ ഒരു സംഭവം. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ട്രഫാൽഗർ സ്ക്വയർ. ഓക്കെ, സാധാരണ ഇവിടെ ഭയങ്കര മേളം, എന്താ പറയുക,
പാട്ടും കൂത്തും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മഴ ആയതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞിങ്ങനെ കാലിയായിട്ട് കിടക്കുന്നു. എന്നാൽ സെൻറ്ററിൽ എപ്പോഴും കാണും ഒരു മ്യൂസീഷ്യൻ, എപ്പോൾ വന്നാലും കാണും ഇവിടെ പാട്ടും പരിപാടികളും ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ ഓരോ പ്രോഗ്രാംസൊക്കെ ഇവിടെ എപ്പോഴും നടത്തും, കൂടുതലും വീക്കെൻഡ്സിലൊക്കെ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും കാണുന്നില്ല. ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. സാധാരണ കാണുന്ന ഇവിടുത്തെ ലൈബ്രറിയാണ്, നാഷണൽ ലൈബ്രറി അല്ല, നാഷണൽ ഗ്യാലറിയാണ് കേട്ടോ. ലൈബ്രറി ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, വലിയ ലൈബ്രറി ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഇവിടെ അടുത്തൊന്നും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അവർ നാഷണൽ ഗ്യാലറി ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പുതിയൊരു കെട്ടിടം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കാം. ആ ഗ്യാലറിയുടെ വെളിയിലായിട്ട് ഒരു ചെറിയ ടെൻറ്റ് പോലെ ഇങ്ങനെ കാണാം. എന്തോ അവിടെ എല്ലാ സമ്മേളനമോ ബുക്സ് വിൽക്കുകയാണോ എന്തോന്ന് അറിയില്ല. ഫ്രീ ഖുറാൻ വിൽക്കുന്നു അവിടെ ഫ്രീ ആയിട്ട്. ഇത് ഇങ്ങനെ റോഡിലൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഖുറാൻ വിൽക്കുന്നത്. ചില സമയത്ത് അത്ര പാട്ടൊക്കെ ഇവർ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ സംസാരിച്ചൊന്നും അധികം വീഡിയോ ഇട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടായിരുന്നു, കഥകളൊക്കെ പറഞ്ഞ്, ഗോസ്റ്റിൻ്റെ കഥയും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും ഇട്ടില്ല. ഇതൊക്കെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. എനിക്ക് മൂഡൊക്കെ നല്ലതായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണം. മൂഡിനൊന്നും കുഴപ്പമില്ല, മൂഡൊക്കെ എപ്പോഴും ഓക്കെയാണ്. പക്ഷെ എനിക്കിങ്ങനെ തോന്നണം, എന്നാലേ ഞാൻ ഇങ്ങനെയൊക്കെ ഇടത്തുള്ളൂ. ഇന്നെനിക്ക് എന്തോ അങ്ങനെ അങ്ങ് തോന്നി. അപ്പോൾ ആൻഡ്രു എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ പോകണ്ട, ഫോണെല്ലാം അടിച്ചോണ്ട് പോകും എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിലൊന്നും ചെയ്യണം എന്ന് തോന്നിയാൽ എനിക്കങ്ങ് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ എന്നൊരു നടന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം മഴയാണ്, ഫുൾ ടൈം മഴയാണ്. ഇന്നലെ മഴയായിരുന്നു. മഴയുടെ കൂട്ടത്തിൽ ചെറുതായിട്ട് തണുപ്പുണ്ട്. ഇപ്പം വിൻ്റർ ആയിട്ടില്ല, ഇപ്പം സെപ്റ്റംബർ അല്ലേ, ഒക്ടോബർ. അടുത്ത മാസം തൊട്ട് തണുപ്പ് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ നടന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞാനിങ്ങനെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ നിന്ന് റീജിയൻ സ്ട്രീറ്റിൽ വന്ന് അവിടുന്ന് ഞാൻ പിക്കഡിലി സർക്കസിൽ വന്ന് അവിടുന്ന് ലെസ്റ്റർ സ്ക്വയറിൽ വന്ന് അവിടുന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ട്രഫാൽഗർ സ്ക്വയറിലാണ് കേട്ടോ. ഇന്ന് ഞാൻ മിക്കവാറും ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. കാരണം എൻ്റെ കൈ വേദനിക്കുന്നുണ്ട് ഈ ക്യാമറ പിടിച്ചിട്ട്. തന്നെയല്ല ഇത്രയും സമയം സേഫായിട്ട് നടക്കാൻ പറ്റി, അതെനിക്ക് സമാധാനമുണ്ട്. ക്യാമറയൊന്നും ആരും അടിച്ചുകൊണ്ട് പോയില്ല, അതിലൊരു സമാധാനം. പിന്നെ വേറെ സ്ഥലങ്ങളിൽ ഞാൻ വേറെ ദിവസങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കിങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കാൻ വലിയ ഇഷ്ടമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീഡിയോസിലൊന്നും ആരും കമൻ്റ് ഇടാറില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറ, മനസ്സിലായില്ലേ, എന്നാലേ എനിക്കറിയത്തുള്ളൂ ആരൊക്കെയാണ് മലയാളീസാണ് എന്തോ. പക്ഷെ നമുക്കൊരു മലയാളത്തിൽ സംസാരിക്കുമ്പം, നമ്മുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടല്ലേ, ഒരു രസമാണ്. തന്നെയല്ല വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ മലയാളം സംസാരിക്കും അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന് മലയാളീസൊക്കെ കണ്ടുമുട്ടിയാൽ റെയറായിട്ടൊക്കെ അങ്ങനെ. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ മലയാളം സംസാരിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഒരു വലിയ സംഭവം തന്നെ ആയിരുന്നു ഇന്നലെ നടന്ന പ്രൊട്ടസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനങ്ങ് പോയി. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഇത്രയും തിരക്കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അത്രയും തിരക്കിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ തിരക്കിനിടയിൽ പെട്ട് അവസാനം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. കാരണം ഈ റാലി തുടങ്ങുന്ന എവിടെയാണെന്ന് അവിടെ ഞാൻ ചെന്നപ്പോഴത്തേന് കണ്ടാൽ എല്ലാ സ്ട്രീറ്റിലും ഫുൾ ആൾ ഫ്ലാഗ് വല്ലതും പിടിച്ചോണ്ടേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്ട്രീറ്റിലെല്ലാം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇത് എവിടെ നിന്നാ തുടക്കം ഒന്നും മനസ്സിലാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പെടാനായിട്ട് കുറേ ബുദ്ധിമുട്ടി. ഒരു 10-45 മിനിറ്റോളം എടുത്തു ഞാൻ അവിടെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ വരാൻ. അങ്ങനെ ഒരു ദിവസം ഇന്നലെ. എന്നാലും രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടോമി റോബിൻസനെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു.
പുള്ളിയെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പടത്തിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ആദ്യമായിട്ട് ഞാൻ ടോമി റോബിൻസനെ കണ്ടു, നേരിട്ട് കണ്ടു. പിന്നെ അതുപോലെ തന്നെ കുറേ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് പല രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന കുറേ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അമേരിക്കന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ സ്പീക്കേഴ്സ് അമേരിക്കൻ വന്നിട്ടുണ്ടായിരുന്നു, കുറേ അമേരിക്കൻസ് സപ്പോർട്ടിനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഉണ്ടായിരുന്നു, ന്യൂസിലാൻഡിൽ നിന്നുണ്ടായിരുന്നു, കാനഡയിൽ നിന്നുണ്ടായിരുന്നു, ജർമ്മനിയിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ എന്താ നമ്മുടെ യൂറോപ്പിൻ്റെ ഫ്രാൻസിൽ നിന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ റൊമേനിയയിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് സ്പീക്കേഴ്സും ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ എന്താ പറയുക ഭാരവാഹികളായിട്ട് ഒറ്റ മനുഷ്യർ ഇതിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു, ആരും വന്നിട്ടില്ലായിരുന്നു ഇത് സപ്പോർട്ട് ചെയ്യാൻ. കാരണം ഗവൺമെൻറ് ഇതിന് എതിരാണല്ലോ, ഇവർ ചെയ്യുന്നതിനെതിരാണ്. അത് ഒത്തിരി പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്, പൊളിറ്റിക്സ് മുഴുവൻ പൊളിറ്റിക്സ് ആണല്ലോ. അപ്പം അവർക്കിപ്പം ഇമിഗ്രേഷൻ നടത്തിയാൽ അവർക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാക്കും. ഇമിഗ്രേഷനിലൂടെ ഒത്തിരി പൈസ വരുന്നുണ്ടല്ലോ. പ്രശ്നം കാര്യം എന്തൊക്കെയാണെങ്കിൽ തന്നെ ഇമിഗ്രേഷനിൽ കൂടി ഒരുപാട് കാശ് ഇവിടോട്ട് വരുന്നുണ്ട്. തന്നെയല്ല ഇവർക്കിപ്പം പൈസ ഇല്ല എന്നുള്ള സംസാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇമിഗ്രേഷൻ അവർക്ക് ക്യാൻസലാക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല അതിലൂടെ. നമുക്കിപ്പോൾ ആരെയും പിണക്കാനൊന്നും എനിക്കങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ആരോടും അങ്ങനെ ഒരു റിലീജിയനോടോ ഒന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പില്ല. പിന്നെ ഈ കാണിച്ചു കൂട്ടുന്ന ഓരോ നോൺസെൻസ് കാണുമ്പം നമുക്കൊരു ദേഷ്യവും വെറുപ്പുമൊക്കെ വരും. ഇത് മടുക്കത്തില്ല മനുഷ്യനിങ്ങനെ കുറേ ഇങ്ങനെ ഒരു എന്താ പറയുക. എനിവേ, അപ്പം അതുകൊണ്ടൊക്കെ ഉള്ളൊരിതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എന്തോ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ അല്ലേ, എല്ലാ റിലീജിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് തന്നെയല്ലേ പോകുന്നത്. പിന്നെ അവിടുത്തെ ഇപ്പം നടക്കുന്ന വലിയൊരു സംഭവമാണല്ലോ ധർമ്മസ്ഥല. ഞാനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചോ കേട്ടോ. മുനാഫായുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പുള്ളി എന്തായാലും ശരിക്കും ഇതിനായിട്ട് അല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ. പുള്ളിക്ക് നല്ലൊരു സപ്പോർട്ട് എല്ലാവരുടെയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അതിനും എതിരായിട്ട് പുള്ളി ഇതിനകത്ത് എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ വാർത്തകളൊക്കെ കണ്ടു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസൊന്നും കേൾക്കുന്നില്ല. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ സത്യമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം കുറേ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും ഒരു വല്ലാത്തൊരു സംഗതി തന്നെ. ഇതും കൂടി ഇനിയും ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഇന്ത്യക്കാരോടുള്ള എല്ലാ റെസ്പെക്റ്റും എല്ലാ ഇതും ആൾക്കാർക്ക് റെസ്പെക്റ്റ് ഇല്ല, ഇപ്പം തന്നെ ഇല്ല, എല്ലാം പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ ലോകം അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും പെൺകുട്ടികളെ കുറേ വർഷങ്ങളായിട്ടവിടെ കൊന്നു കുഴിച്ചു മൂടുന്നൊക്കെ എന്തൊരു നാണം കെട്ട അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. നാണം കെട്ടതാണോ? അത് ഭീകരമായ ഒരു ന്യൂസല്ലേ, ഭീകരമായ പേടിപ്പിക്കുന്ന ന്യൂസ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോക്കകത്ത് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന് ആ കാര്യം. അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും ഞാൻ കേട്ടില്ല. ധർമ്മസ്ഥലയുടെ പുതിയ അപ്ഡേറ്റ് ഒന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോ ഇതൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എൻ്റെ അടുത്തൊരു സ്ത്രീ ഇപ്പോൾ ഉണ്ട്. എന്താണെന്നറിയില്ല, അവരെന്തോ ടൂറിസ്റ്റ് ആണെന്ന് കണ്ടാൽ അറിയാം. ലുക്സ് ലൈക്ക് ഷീസ് ലോസ്റ്റ്. ഇവിടെ വന്നാൽ എല്ലാവരും അങ്ങനെ കേട്ടോ. ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വന്നാൽ അവർക്ക് വഴിതെറ്റിപ്പോവും. പിന്നെ എല്ലാവരുടെ ഫോണിൽ കൂടെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി അങ്ങനെയൊക്കെയാണ് ഇവർ താമസിക്കുന്ന ഹോട്ടലും. അത് നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും അങ്ങനെ ആണല്ലോ. പിന്നെ ഇവിടെ ഇച്ചിരി കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ സ്ട്രീറ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റോഡുകളാണ്, എല്ലാത്തിനും പേരാണ്. അപ്പോൾ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പം മനുഷ്യർക്ക് കൺഫ്യൂഷനായിപ്പോവും.
യാ സ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ഇതായിരിക്കാം. യെസ്, നല്ലൊരു കപ്പിൾസ് വരുന്നുണ്ടോ. ഇന്നലെ രണ്ടുപേരും നല്ല മാച്ചിങ് ഉണ്ടല്ലോ. കൊള്ളാല്ലേ. യാ ഇന്ന് എന്താഴ്ച? ഇന്ന് ഞായറാഴ്ച. ഇന്നലെ ഡാൻസുകാരെ കാണേണ്ട ദിവസമാണ്, പക്ഷേ മഴ ആയതുകൊണ്ട് ഇന്ന് കാണത്തില്ലായിരിക്കും. ഈ സ്ത്രീയല്ലേ, ഇവർ ശരിക്കും ഞാൻ ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവർ വഴി അറിയാതെ നിൽക്കുക, ഇനി എങ്ങോട്ട് പോകണം തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്തുവാ എങ്ങനെയാണെന്നൊക്കെ സംഭവം എന്നോട് ചോദിച്ചാൽ, എന്നോട് പലരും വഴി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇല്ല വഴികാട്ടിയെ പോലെ എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് വഴി ചോദിക്കും. എന്തായാലും ചോദിക്കുന്നതൊക്കെ വഴിയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. സ്ഥലങ്ങൾ ഇവിടുത്തെ മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. അപ്പം ഞാൻ കുറേ നാളായല്ലോ ഇവിടെ വന്നിട്ട്. അപ്പം ഈ ഏരിയയിലല്ലെങ്കിൽ അത്യാവശ്യം സോണിലുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. നടന്നു പോകാനും ബസ് അത്യാവശ്യമൊക്കെ എനിക്കെല്ലാം അറിയാം. എന്നോട് ആരെങ്കിലും വഴി ചോദിച്ചാൽ അവർ ലോസ്റ്റായി പോകത്തില്ല, അതെന്തായാലും ഉറപ്പാണ്. ഞാനങ്ങനെ പലരെയും അവരുടെ സ്ഥലത്ത് കൊണ്ട് വിട്ടിട്ടുണ്ട്. എന്നാൽ ചൈനക്കാരിയുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ വേറെ പലരും. സോ ഒരു ഇന്ത്യക്കാരാണോ പാകിസ്ഥാനാണോ എനിക്കറിയില്ല, വിസിറ്റേഴ്സ് ആയിരിക്കാം. ചുരിദാറോ സാരിയോ കണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങി പോകണേ, ഞാൻ നിങ്ങളെ താഴോട്ട് ഇറങ്ങി പോയി കാണാം. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. മേഘം നോക്കി ഇരുട്ടാറാവുന്നുണ്ട്. ഇത് അടുത്തൊരു കോപ്രായം കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്താ അറിയാം, ഇവിടെ എപ്പോഴും ഇങ്ങനെ ഈ സ്റ്റാച്യൂസ് അല്ല, ഈ ചില സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ചില ആർട്ട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും കുറേ നാളത്തേക്ക്, 5-6 മാസമോ ചിലപ്പോൾ ഒരു വർഷത്തേക്കോ അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നീട് അവരത് മാറ്റും. ചിലതൊക്കെ വെറും എന്താ പറയുക, ചുമ്മാ കാശ് കളയാനായിട്ട് കുറേ സംഭവങ്ങൾ ഇവരുണ്ടാക്കി വെക്കാറുണ്ട്. അതിലൊന്നാണ് ഇതുണ്ട് ആ കാണുന്ന സംഭവം. അതെന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നേരത്തെ അതിന് മുമ്പ് ആ വെള്ള ബോക്സ് പോലെ കാണുന്നില്ല ആ സംഭവം. നേരത്തെ അവിടെ ഇതിനു മുമ്പ് അവിടെ ഒരു സ്റ്റാച്ചു ആയിരുന്നെന്ന് തോന്നേ, ഡൈനോസറിൻ്റെ ആയിരുന്നോ എന്തോ എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ വേറൊരു സംഗതി കൊണ്ടുവച്ചിരിക്കുക. ഞാൻ ആദ്യം ഓർത്തു രാത്രിയിൽ ലൈറ്റ് വരുമായിരിക്കുന്നു, പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതിനകത്ത് ലൈറ്റ്. അതുപോലെ തന്നെ വേറൊരു സംഭവം അവിടെ ഇപ്പോൾ എനിക്ക് കാണാം. എന്തോ ഒന്ന് പോയി നോക്കാം. ചുമ്മാ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഒരു ഭംഗിയില്ലാത്ത സാധനങ്ങളും ചില ആൾക്കാരുടെ തലമണ്ടയിൽ വരുന്ന ആർട്ട്. എന്ത് പണ്ടത്താരോ ഇപ്പം വരച്ചിട്ടാലും കുറിച്ചിട്ടാലും എല്ലാം ഉണ്ടാക്കി വെച്ചാലും ഇപ്പോൾ അത് ഇവർ എന്താ പറയുക, അതങ്ങ് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കും. ഇതെന്തോ സംഭവം, ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നീ രാത്രി ഇങ്ങനെ ലൈറ്റ് വല്ലതും വരുന്നതാണോ എനിക്കറിയത്തില്ല, വല്ല ശബ്ദം വല്ല അതിനകത്തുനിന്ന് കേൾക്കുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒന്നും ഇത് ഇവിടെ ഇല്ലായിരുന്നു. അതിനകത്തൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ 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 അതിൻ്റെ അടിയിലൊരു സംഭവമുണ്ട്. ലെൻസാണെന്ന് തോന്നുന്നേ, ബൈനോക്കുലർ പോലുള്ള സംഭവം വല്ലതും ആയിരിക്കാം. അപ്പോൾ അത് ഒരു പെണ്ണവിടെ ഇന്ന് നോക്കുന്നുണ്ടോ അതിനകത്തോട്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ എനിക്കൊന്ന് പോയി നോക്കണമെന്നുണ്ട്. നോക്കട്ടെ, വെറുതെ ഇവിടെ നിന്ന് വാച വെച്ചിട്ട് കാര്യമില്ല, എന്താണെന്ന് അറിയണ്ടേ ആദ്യം. നോക്കാമല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്ന് കേട്ടോ. ബൈപോൾ കോക്സൈഡ് വാട്ട് നെൽസൺ സീരീസ്. വായിക്കേണ്ടവർ വായിച്ചോളൂ. നെൽസൺ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തം അങ്ങണ്ട. നോക്കാം. ഞാനൊന്ന് പോയി നോക്കാൻ പോണേ. പക്ഷെ ഇത് കാണാൻ യാതൊരു ഭംഗിയില്ല കേട്ടോ.
ഒരു അട്രാക്ഷനും ഇല്ലാത്തൊരു സംഭവം. ഇവിടെ നിൽക്കുന്നതെല്ലാം കൂടുതലും ഇന്ത്യക്കാരാണല്ലോ, ആകാംക്ഷാഭരിതരാണല്ലോ നമ്മൾ. No, it's okay, you go. ആ ചെറുക്കൻ എന്നോട് ചോദിച്ചു പോകുന്നു. ഞാൻ പറയില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വെയിറ്റ് ചെയ്തോളാം, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, നിങ്ങളൊക്കെ പോയി കാണാം. ഓ, ആ പെണ്ണ് അവിടെ ഞാൻ ഗൈഡാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിവിടെ ഇല്ല, ഇറ്റ്സ് ഓക്കെ, ഐ എം നോട്ട് ഓൺ ദ ക്യൂ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആൾ കൂടിയല്ലോ, തിരക്കായിപ്പോൾ, ഇപ്പോൾ ക്യൂ ആയി ഇവിടെ. എല്ലാവർക്കും ഇപ്പോൾ അത് കാണണം എന്താണ്. ടെലസ്കോപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഗൂഗിളുകാരുടെ സ്പോൺസറാണെന്ന് തോന്നുന്നു AI. ഇപ്പോൾ AIയുടെ സംഭവങ്ങളാണല്ലോ എല്ലായിടത്തും. അപ്പം അതുമായിട്ട് സംബന്ധിച്ചതാണ് ഇത്. കണ്ടാൽ മാത്രമേ ഇനി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കൂടുതലായിട്ടും. ഹായ്, are you a guide for this? Yeah. Can you explain? Sure. Is it okay if I film you? Yeah? Okay. Please explain what that is. So this exhibition, Yeah, it's an exhibition, yeah? yeah, it's an exhibition under London Design Festival. The Okay. designer is called Paul. Paul Nelson? No, Nelson is the statue. So Oh, yeah. he is the British icon. Oh, yeah. Nelson, that's my uncle. So this landmark, Yeah. if you look through the lens, Yeah. it should show you his view from that 50 meters Oh, high up. really? Yeah. How? So That's amazing. it is. It's really interesting. So if you look through any one of these, yeah? Yes, exactly. Anyone. And we can see You can see the statue, the Nelson statue. Not the statue. Oh, not but the statue. From his point of view, so you can see. Oh, the whole city. from his point of view, the whole city you can see. Yeah. Oh, that's interesting. Exactly. This is the aerial view from that bit. Okay. So it's 50 meters high up. The 15 artist- feet, 50. 50 feet. Okay. Yeah. So the artist was brought up using a dolly. Oh, okay. So he was up there and he captured a video of the city. Wow. Yeah. So if you look through each one of these They're all things, different. you will get a different views or the same view? All the same view. Same view. Yeah. It's just that the reason why there's three is so that Oh, just three of them, yeah? just different height. Oh, okay. Yeah. Height difference. And also there is a button there. So Paul is actually in collaboration with Google. Google, And okay. They did like an AI generation of the past combining the present and Okay. also what the future could look like. So we can see actually the past, the future, and the the present. Yeah, of exactly. London Yeah. through this. Through this lens, yes. What do you call this? This is lens? So this is a landmark. Landmark? Yeah, it's a landmark. It's an installation. Installation. Okay. Yes. Okay. If you want the full Sculptural experience- tubes. So Exactly. how long they're going to? This is an exhibition. So how long this exhibition is going to be here for? It's only until the 18th. Until the 18th of September. Yes, very Oh, short. okay. So Because like London Design today is Festival is 16. only 2 weeks. Yeah, Oh no, today is 15. 15. Yeah, 15. No, So is it? 2 more days. 14, I think. 14. It's only 14. So Oh there's my still a few God. more days. Yeah, but on the 17th, because there is a rally, it will be closed. On 17th there's a rally Yeah. for this. Not for this. It's around the area because this is a public space. Oh, okay. Yeah, So, they always yeah. have something going Yeah, on here. Yeah, exactly. Oh, okay. So before that, they need to remove this from here. But it's interesting. So after that, where are they going to keep it? I'm not sure. I think he's gonna take it back, or it will be put somewhere else. Okay. Because they always change things, isn't it? Like they replace Yeah. some statues. After a few months, they will put something else. Exactly. Like I was talking about that thing over there. Do you have any idea what that is? It's like a box. Is it a light or something? But I never seen any light in the night from that. I mean, But last year there was something else over there. oh really? Yeah, like I can't remember exactly. Was it a dinosaur statue or something? I'm not so sure because I've only come here. And now they put this one, but I don't understand what that is. Search it up. Yeah. Sometimes I feel like they
To be honest, sometimes I feel like You they get so many new things waste here a and lot of there. money on foolishness. For real, for real. I have to say that, you know. Some of the things, it doesn't make any sense. I don't understand what is the art behind it. For example, that one. But in the night, if it gives light, like a colorful light, then it's okay. But if It's it's just like nothing. that. No idea, man. Anyway, thank you so much No for worries. your, what's your name? Jasmine. Jasmine. Where are you from? I'm from Hong Kong. Hong Kong. Wow, nice to meet you. Nice to meet you. And you are? I'm Sonny. I'm Sonny. from India. Nice to meet you, Sony. Nice to meet you. Have a nice evening. You too. Do Well, line up while it's still short. Oh yeah, more people are coming now. So now I'm at the end of the queue. But I'm always around, you know. I can always come back. I will still got time, isn't it? Until 18th. Until 18, exactly. Yeah. Now lots of people, so I don't want to push everyone and go forward. Let them see it. I'm a local anyway, so Okay. it's not a big deal for me. I can come back tomorrow or later. Then if I'll see you tomorrow if you come back. Oh, you're going to be here. This is your job, or are you just doing a voluntary work? Oh, that's good. You must be a student. Yes. So, do you like it here? Yeah, it's fun. Do you like it? So, what do you like the most about London? Tell me. I guess the view, The view. You mean the buildings and all this, the buildings, the are history, the museum, nice, definitely. I like the open the space. architecture, The land space. the land space, the land structure, Yeah. Because That's good. Hong Kong pretty much competes like on the- modern buildings and stuff. Not in really. Hong It's Kong. like No, New York. it's like A lot New of York, yeah, buildings. built up, yeah. Yeah. Skyscrapers. You don't get a lot of big parts here. Oh, okay. Not like olden kind of buildings. No, yeah. I think this is what making London more special than compared to Because of any the other heritage. heritage and the history. Yeah, it's nice. I mean, is there anything else that you didn't like here? You don't like Transportation there sucks. transportation? You don't like? No. Really? I grew up in Hong Kong. Oh, compared to Hong Kong. Transportation there is easy. Really? Yes. More easy. Okay. How is it different from here? Very different. So we have the tube here, right? Yeah. They're constantly on strike. You can't Oh, have yeah, that in strike Hong is Kong. always No, there, yeah. Because it's a private owned, I believe. And if it's Yeah, even a minute TfL, late, they yeah. have to pay a fee to the government. It's In quite Hong Kong. expensive. In Hong Kong? In Hong Kong, if it's 1 minute late, they have to pay a fee to the government. 1 So minute. they're Oh, never- really? So they're never late. There's no Oh, strikes. they're very punctual. They're always on time. Yeah. And you can count how long per station, so it's 2 Oh. minutes Wow. each from one station to the other station. And what is the quality of this transportation, like the buses and Very- trains? Very fast, very clean. It's like very new, modern, Yeah, you can say that. It's Modern made out style. of metal. like if most of our underground train stations are like still like since the time they It looks more like started the underground. It's It still, looks- but it's still good though. it's not bad, but Yeah. here it just takes forever. Plus you have to wait so long. Too long waiting. Okay. But But we then- got trains every like 3 minutes, 4 minutes, 5 minutes. We got underground train service. But overground, I think maybe it's a bit. Where do you live? Here, I live in King's Cross. Ah, okay. That's not far. Yeah, it's not very far. Can go by walk. Yeah. It's like when you're trying to get from one place to another, Uh-huh. and then they decide to just cancel it. Oh It's yeah. not great. The bus is actually. I agree with that. Bus And always delayed. The bus here is so freaking fun. It's like you're in a tin can. Yeah, it's too crowded also. Thank you. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് എനിക്കിനി ഇതിനകത്ത് കയറി ഇത് ലെൻസിൽ കൂടെ നോക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ആൾ കൂടിയിട്ടുണ്ട്, കണ്ടില്ലേ? കുറേ ആളായിട്ടുണ്ട് ഇത് നോക്കാനായിട്ട്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ഇതിനകത്ത് കൂടെ നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ കാണിക്കാം. ഈ നെൽസൺ പുള്ളി ഉണ്ടല്ലോ, ഈ മേളിൽ സ്റ്റാച്ചു, ഏറ്റവും മേളിൽ ആ സ്റ്റാച്ചു കാണുന്നില്ലേ, പുള്ളിയുടെ പേരിലാണല്ലോ ഈ ട്രഫാൽഗർ സ്ക്വയർ ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഒരു സ്ക്വയർ. അന്ന് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പറഞ്ഞൊന്നുമല്ല, എൻ്റെ വീഡിയോയ്ക്കകത്തുണ്ടല്ലോ. യുദ്ധം ജയിച്ച് ട്രഫാൽഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യുദ്ധം ജയിച്ച് ഫ്രാൻസിനെതിരെയുള്ള, പെട്ടെന്നൊന്നും ചുരുക്കി പറയാം.
ആ യുദ്ധം ജയിച്ചതിന് ശേഷമാണല്ലോ. ഈ പുള്ളിയായിരുന്നു അതിന് മെയിനായിട്ട് നേതൃത്വം വഹിച്ച ആൾ. അപ്പം അങ്ങനെ ആ യുദ്ധം ബ്രിട്ടനാണ് ജയിച്ചെങ്കിലും ഇദ്ദേഹം ആ യുദ്ധത്തിനിടയിൽ മരിക്കുകയാണ് ഉണ്ടായത്. യുദ്ധത്തിന് അവസാനം മരിച്ചു. അപ്പോൾ അങ്ങനെ അയാളുടെ പേരിൽ ഇവിടെ ഒരു സ്ക്വയർ സ്ഥാപിക്കുകയുണ്ടായി. അപ്പം ഈ പെണ്ണ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബ്സ് ഉണ്ടല്ലോ, ഈ സ്ട്രക്ചറൽ ട്യൂബ്സ്, ഈ കാണുന്ന സംഭവം, അതിനകത്തൂടെ നമ്മൾ നോക്കിയാൽ ഇപ്പം ഈ സ്റ്റാച്യു നിൽക്കുന്ന 50 അടി പൊക്കത്തിലാണ്. അപ്പോൾ അത്രയും 50 അടി ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ലണ്ടൻ സിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഈ ലെൻസിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ലണ്ടൻ സിറ്റി, ഇപ്പം എങ്ങനെയാണ്, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് കാണാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കിതിലൂടെ കാണാൻ പറ്റും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, എനിക്ക് ശരിക്കും കാണണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ആൾ കൂടി ഞാനിവിടെ നിന്ന് സമയം കളയുന്നില്ല. എന്തായാലും ഞാനിവിടെ നിന്ന് പോവാണ്. കാരണം ഞാൻ ടൂറിസ്റ്റ് അല്ലല്ലോ, എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. പിന്നെ 18-ാം തീയതി വരെ ഈ സംഭവം ഇവിടെ ഉണ്ട്. അപ്പം ഞാനതുകൊണ്ട് പിന്നെ എപ്പോഴേലും വന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. എന്നാലും എനിക്കൊരു ആകാംക്ഷയുണ്ട് അതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ലണ്ടൻ സിറ്റിയുടെ ഭാവി അറിയണ്ടേ? പാസ്റ്റ് നമുക്കറിയാം, പ്രസൻറ്റ് നമുക്കറിയാം, ഭാവി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ AI-യുടെ സഹായത്തോടെയാണ് ഇത്, AI ജനറേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇപ്പം എല്ലാം AI വഴിയാണല്ലോ. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ നോക്കട്ടെ, ആൾ കുറഞ്ഞുണ്ടെങ്കിൽ പോയി നോക്കാം. അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഒരു സമയം വരെ അതങ്ങനെ തുറന്ന് വയ്ക്കത്തുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, എനിക്ക് പെങ്കൊച്ച് പറഞ്ഞെല്ലാം കേട്ടല്ലോ. ഹോങ്കോങ് എന്നല്ലേ പറഞ്ഞത്? ഹോങ്കോങ്കാരിയാണ്, അവിടെ പഠിക്കുന്നതാണ് കൊച്ച്. അവൾക്ക് എന്താ പറയുക, ഞാൻ ചോദിച്ചു ഇവിടുത്തെ എന്താണ് ഇഷ്ടം. ഇവിടെ ഇഷ്ടം ഈ ഇവിടുത്തെ കെട്ടിടങ്ങളും ഹെറിറ്റേജും ഇങ്ങനെ ഹിസ്റ്ററി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇഷ്ടമില്ലാത്ത ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനാണ്. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഇവിടുത്തെ നല്ല ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ വേറെ ഏതോ ഒരു രാജ്യത്തെ വേറൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറയുണ്ടായി ഇവിടുത്തേനെക്കാട്ടി നല്ല ട്രാൻസ്പോർട്ടേഷനാണ് അവർക്ക്. സ്വിറ്റ്സർലൻഡ് ആയിരുന്നോ ഓസ്ട്രേലിയ ആയിരുന്നോ ഓർമ്മയില്ല. എനിക്കൊന്ന് രണ്ടിടത്തു നിന്നുള്ള ആൾക്കാരും പറഞ്ഞായിരുന്നു ഇവിടുത്തേനെക്കാട്ടി നല്ല ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ. പക്ഷേ ഈ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ട്രെയിൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അണ്ടർഗ്രൗണ്ട് ട്രെയിൻ നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞൊക്കെ എപ്പോഴും ഇങ്ങനെ നമുക്ക് ട്രെയിനുണ്ട്. ഇതാ വെള്ള ബസ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പല കളറിലെ ബസ്സുകൾ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടല്ലോ ഒരു മഞ്ഞ കളറിലെ, ഇപ്പോൾ ഒരു വെള്ള. ഇതൊക്കെ ഓരോ എനിക്കൊന്ന് ഇതിൽ കമ്പനിക്കാരവർ അവരുടെ പരസ്യം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ കളറടിക്കുന്നത്. സാധാരണ ഇവിടുത്തെ ബസ്സെന്ന് പറയുന്നത് ഈ ചുമപ്പ് ബസ്സാണ്. പിന്നെ ഇങ്ങനെ റെയറായിട്ട് നമ്മളിങ്ങനെ പല കളറിലെ ഡിസൈനൊക്കെ ഉള്ള ബസ്സുകൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്രഫാൽഗർ സ്ക്വയറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീണ്ടും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ തൊണ്ട ഇപ്പിച്ച് തണുപ്പുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി സമയം നമുക്കിങ്ങനെ തണുപ്പത്ത് നടക്കാൻ പറ്റില്ല, പനി പിടിക്കും. ചാറ്റമഴയാണ്. അത് തന്നെയല്ല ഞാൻ കുറേ വാചം അടിച്ചല്ലോ, അപ്പോൾ വാചം അടിച്ച് എൻ്റെ തൊണ്ടയ്ക്ക് വെള്ളമില്ല, എല്ലാം പറ്റിപ്പോയി. അപ്പം വെള്ളം ഞാൻ എടുത്തില്ല കുടിക്കാൻ. എനിക്ക് തണുപ്പ് സമയത്ത് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു കോച്ച് പോന്നു. അപ്പം തിരിച്ച് ഞാൻ ട്രെയിൻ കയറി പോയാലോ എന്ന് ആലോചിക്കുക. നടന്നു പോകുന്നതേ ഉള്ളൂ, നടക്കാം. പക്ഷെ എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഒരു ബോറിങ് മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വേണം എനിക്ക് നടന്നിങ്ങനെ സ്ഥലങ്ങൾ കാണിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ, എനിക്ക് തൊണ്ട ഒരുമാതിരി തന്നെയല്ല, പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ട്രെയിൻ സ്റ്റേഷൻ അടച്ചേക്കാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. സ്ട്രൈക്കാണല്ലോ, ഞാനോർത്ത് സ്ട്രൈക്കും മാറിയെന്ന്. അതാ പെണ്ണ് പറഞ്ഞത്. ഹോങ്കോങ്ങിലൊന്നും അങ്ങനെ സ്ട്രൈക്കൊന്നുമില്ല.
ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രൈക്ക് വരാറുണ്ട് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയോ കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ഞായറാഴ്ച തിങ്കളാഴ്ച അങ്ങോട്ട് തുടങ്ങിയ സ്ട്രൈക്കാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇന്നായിരിക്കും ലാസ്റ്റ് ഡേ. അപ്പോൾ എനിക്ക് ട്രെയിനിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് നടന്ന് തന്നെ പോകണം, അല്ലേ ബസ് പിടിക്കാം. അപ്പോൾ വേറൊരു ദിവസം ഞാൻ നിങ്ങളെ നടന്നു പോയി വേറൊരു ഏരിയ മുഴുവൻ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ പോവാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ സെൻട്രൽ അവിടോട്ട് പോയിട്ട് നിർത്താമേ. ഞാൻ റോഡ് ക്രോസ് ചെയ്യട്ടെ. തൽക്കാലം ഈ സൈഡിൽ നിന്ന് വണ്ടികളൊന്നും വരത്തില്ല. എന്താ കൊട, എൻ്റെ കൊട മിക്കവാറും ഓടിക്കും കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ബിഗ് ബെൻ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇന്നലെ ഫുൾ ഡേ ഞാൻ അവിടെ ആയിരുന്നല്ലോ. നമ്മൾ ഇന്നലത്തെ പ്രൊട്ടസ്റ്റ് കണ്ട് അവിടെ ആയിട്ടായിരുന്നു നടന്നത്. പ്രൊട്ടസ്റ്റ് റാലി നടന്ന് അവിടെ വന്നാണ് നിന്നത്. അവിടെ ആയിരുന്നു അവർ സ്റ്റേജൊക്കെ കെട്ടി പ്രസംഗമൊക്കെ അവിടെ നടന്നത്. പാർലമെൻറ്റൊക്കെ ആ സൈഡിലായിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വേറൊരു ദിവസം വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ കുറേ ചെറുക്കന്മാർ നിൽപ്പുണ്ട്, ഇന്ത്യക്കാരെ ചെറുക്കന്മാരാണെന്ന് തോന്നുന്നു. വേറൊരു സ്റ്റാച്യു, ആരുടെ സ്റ്റാച്ചു ആണെന്ന് എനിക്കറിയാം. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാച്യു ഉണ്ട് കേട്ടോ. ഇതാ ഒരു വെള്ള ടാക്സി. അപ്പോൾ ഈ സ്ക്വയർ ഫുള്ള് ഞാൻ നേരത്തെ ഇവിടെ എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനിയും വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇനി ഞാൻ അധികം നടക്കുന്നില്ല. ഓക്കെ, മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവിന് യാതൊരു കുഴപ്പമില്ല. So, okay guys, I think it's time for me to end this vlog. I know I've been talking in English, talking in a language all this time because I find it really comfortable, talking in your own language, and I can explain things properly. And no, I was just telling in Malayalam about the things that's going on here, like all the issues that's going on at the moment, about all these crimes and and about the protest. You guys know what I'm talking about. So things are getting worse. So yesterday's protest was absolutely necessary, and I am absolutely agreeing with Tommy Robinson and group, and that's the main reason I attended yesterday's protest. And it was really, more than we expected actually. There was around 3 million people, I think, had attended this protest, and which was unexpected. And I hope the government is going to make some kind of useful decision regarding this matter about the immigration, and I hope there will be some control over the immigration, and I hope they are going to take some action against illegal immigration and other issues that's going on, the religious stuff. Yeah. So I don't want to talk too much about all this. So yeah, and what else can I say? If you guys got anything to talk about the protest that happened yesterday in London, I think which was one of the biggest protests that ever took place in the UK, and which was quite powerful. And we don't know what outcome is going to come from this gathering, and yeah, let's hope for the best, isn't it? I'm getting tired of holding this camera for over an hour now, so I think I should stop here, and
maybe it's time to say goodbye to all of you. So let me know what do you guys think about all this. And Malayalis, കമൻസ് ഇടാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കുറേ പേര് വന്നിട്ട് തിരിച്ചു പോയല്ലോ. കുറേ പേരൊക്കെ പോയി എന്നിങ്ങനെ കേട്ടു. എനിക്കറിയാവുന്നവരിൽ അങ്ങനെ ആരും വന്നിട്ട് പോയി എനിക്കറിയത്തില്ല. അഥവാ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയവരൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വിട്ടു അല്ലെ എന്തെങ്കിലും കമൻറ്റിൽ പറയുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിർത്തട്ടെ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് സോണി or London YouTuber signing off from Trafalgar Square. Take care, bye bye. See you soon.